ജനുവരി 2 തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ സഭാപിതാവ് വിശുദ്ധ ബേസിൽ. ജീവിതകാലം 329 മുതൽ 379 വരെ. ദി എൽഡറിൻ്റെയും ഒരു രക്തസാക്ഷിയുടെ പുത്രിയായ വിശുദ്ധ എമേലിയയുടെയും പുത്രനായി ഏഷ്യ മൈനറിൽ സെസരിയ എന്ന സ്ഥലത്ത് വിശുദ്ധ ബേസിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാണ് വിശുദ്ധ ഗ്രിഗറി നിസാനും വിശുദ്ധ പീറ്റർ സെബാസ്റ്റ്യനും. സഹോദരി മക്രീനയും അമ്മ എമിലിയും പുണ്യവതികളാണ്. ലൗകികാർഭാടങ്ങളെ ഭയന്ന് സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെസരായിലെ മെത്രാനായ എവുസേബിയസ് ബേസിലിനെ വിളിച്ച് പട്ടം കൊടുത്തതും ആര്യൻ പാഷണ്ഡതകൾക്കെതിരായി സമരം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതും. 364 വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 370 മെത്രാനായി. അദ്ദേഹത്തിൻ്റെ മനോദാർഢ്യവും ഊർജ്ജസ്വലയും പാണ്ഡിത്യവും കറയില്ലാത്ത എളിമയും തപശ്ചര്യയും സർവ മെത്രാന്മാർക്കും മാതൃകയാണ്. ആര്യൻ പാഷണ്ഡതകൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ നിർബന്ധിച്ച പ്രിഫെക്ട് മൊദെത്തൂസ് അദ്ദേഹത്തോട് ചോദിച്ചു, ചക്രവർത്തിയുടെ കോപത്തെയും വിപ്ലവവാസത്തെയും മരണത്തെയും താങ്കൾ ഭയപ്പെടുന്നില്ലേ? ബേസിൽ പ്രതിവചിച്ചു, ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ഈ പഴയ വസ്ത്രങ്ങളും ഏതാനും പുസ്തകങ്ങളും മാത്രം കൈമുതലായുള്ള എൻ്റെ വസ്തുക്കൾ കണ്ടുകെട്ടിയാലെന്ത്? താങ്കൾക്ക് എന്നെ നാടുകടത്താൻ കഴിയുകയില്ല. ലോകമാണ് എൻ്റെ ഭവനം. അങ്ങേക്ക് അനുവദിച്ചു തരാവുന്ന മഹാകാരുണ്യമാണ് മരണം. മർദ്ദനങ്ങൾ എനിക്ക് ദ്രോഹമാകുകയില്ല. ഒരിടിമതി എൻ്റെ ദുർബലമായ ജീവിതത്തെയും എൻ്റെ സഹനങ്ങളെയും അവസാനിപ്പിക്കാൻ. ആരും തന്നോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പ്രിഫെക്ട് പറഞ്ഞപ്പോൾ ബേസിൽ പ്രതിവചിച്ചു, ഒരുപക്ഷെ അങ്ങ് ഇതുവരെയും ഒരു ക്രിസ്തീയ മെത്രാനുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടാവുകയില്ല. ചക്രവർത്തി പിന്നെ ബേസിലിനെ നിർബന്ധിച്ചില്ല. അസൂയയുടെയും തെറ്റിദ്ധാരണകളുടെയും ഇടയ്ക്ക് ബേസിൽ കഷ്ടപ്പെട്ടു ജീവിച്ചു. സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. അതിനായി വളരെയധികം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം ആരംഭിച്ച ആശുപത്രി ലോകത്തിന് അത്ഭുതകരമായിരുന്നു. 370 ജനുവരി 1 കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബേസിൽ അന്ത്യശ്വാസം വലിച്ചു. പൗരസ്ത്യ സന്യാസികളുടെ പിതാവാണ് ബേസിൽ. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത്. വിചിന്തനം: നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കായിട്ടുള്ളതാണ്. വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കായിട്ടുള്ളതാണ്. നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നിഷ്പാദുകരുടേതാണ്. നിങ്ങൾ പൂട്ടിസൂക്ഷിക്കുന്ന പണം ദരിദ്രരുടേതാണ്. നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്.